Hello, good evening. Welcome to Xylem Commerce Pro ACCA Pathway Series. And today is day 10. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. ബട്ട് ബിഫോർ മൂവിങ് ഓൺ ടു ദ ക്ലാസ്, ആരെങ്കിലും ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ ദം ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് പൂജ പ്രഭു. ഞാൻ കഴിഞ്ഞ 13 years ആയിട്ട് ACCA ലെക്ചറാണ്. ആൻഡ് ഈ ഒരു ടൈമിൽ I was able to produce several national and global rank holders, and I've been teaching papers at knowledge level, skills level and strategic professional level. Knowledge level ഞാൻ financial accounting paper ആണ് പഠിപ്പിക്കുന്നത്, and skills level financial reporting, audit and assurance and financial management papers. And strategic professional level I'm teaching strategic business reporting, SBR paper, Advanced Audit and Assurance, AAA paper, and Advanced Financial Management, AFM paper. Okay, so ഞാനും പേപ്പേഴ്സ് മാറി മാറി എടുക്കാറുണ്ട്. It's not like in a sit I'll be taking all the papers, but I'll be teaching all these papers in the coming span, in the coming sits. Okay, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചായിരുന്നു. അതായത് ഹൗ ടു പ്രിപ്പയർ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ ബിസിനസ്. അതായത് 2 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഐ ഹാഡ് മെൻഷൻഡ് എന്തുകൊണ്ടാണ് SOFP അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. അതായത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിൽ ഇറ്റ്സ് സെറ്റ് വെൻ വി റെക്കോർഡ് എ ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ എപ്പോഴും 2 sides ഉണ്ടാവും. ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ആൻഡ് വെൻ യു ഗിവ് എ ക്രെഡിറ്റ്, നമ്മൾ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ്, വെൻ യു ഗിവ് എ ഡെബിറ്റ് നമ്മൾ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാം നമ്മുടെ ബുക്സിൽ. ആൻഡ് ദാറ്റ് ഈസ് വൈ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദ ടോട്ടൽ ഓഫ് അസറ്റ്സ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഓഫ് ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിരിക്കും. Like we'll be discussing with examples how this works. Okay, and ഈ രണ്ട് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. റൂൾ ഓഫ് ഡബിൾ എൻട്രി ഓൾറെഡി പ്രീവിയസ് സെഷൻസിൽ മിഷാൽ സാർ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ റൂൾ ഓഫ് ഡബിൾ എൻട്രിയിൽ സാറ് പറഞ്ഞിരുന്നു ഡെബിറ്റ് എപ്പോഴൊക്കെ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ റൂൾ വാസ് ഡെറ്റ് ക്ലിക്ക്. അതായത് ഡെബിറ്റ് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ്, assets and drawings, and credit increase in liabilities, income and capital. അപ്പോൾ ഈ റൂള് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ ഡബിൾ എൻട്രി കോൺസെപ്റ്റിൽ എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 effects, the debit effect and the credit effect, and for every debit we give an equal and corresponding credit. Okay, so at any point of time the total of debit will be equal to total of credit. Okay, and accounting equation. Coming to accounting equation, ഈ പറയുന്ന ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ വന്നേക്കുന്നത്. ആൻഡ് വി ഓൾ നോ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇസ് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ആൻഡ് അസറ്റ്സ് നമുക്കറിയാം, ഈ പറയുന്ന അസറ്റ്സ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എല്ലാ അസറ്റ്സ് അക്കൗണ്ടിനും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സോ വൺസ് അഗെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി ഇസ് ഡെമോൺസ്ട്രേറ്റഡ് ഹിയർ. ഡെബിറ്റ് വിൽ ബി ഈക്വൽ ടു ക്രെഡിറ്റ്. അസറ്റ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ട്രാൻസാക്ഷൻസ്. അതായത് ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് let me demonstrate how this works. ഈ അക്കൗണ്ടിങ് ഇക്വേഷനിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടോട്ടൽ ഓഫ് അസറ്റ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇവിടെ 3 ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്. സേ 10,000 കോൺട്രിബ്യൂട്ടഡ് ആസ് ക്യാപിറ്റൽ. ഓക്കെ, കോൺട്രിബ്യൂട്ട്സ് 10,000 ആസ് ക്യാപിറ്റൽ. സോ $10,000 ബിസിനസ്സിലോട്ട് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാണ്, ക്യാഷ് ഫോമിലായിരിക്കും കൊണ്ടുവരുന്നത്. സോ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിൽ നമ്മളിത് ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷനിൽ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ക്യാപിറ്റൽ
$10,000 and ഈ capital cash ഫോമിലാണ് കൊണ്ടുവരുന്നത്. So asset side cash എന്ന് പറയുന്ന element കൂടും 10,000. Okay, and liabilities illa. Liabilities means the outsider's liability, so that will be 0. So total of debit is equal to credit. 10,000 assets ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ. സോ ക്യാഷ് ഉണ്ട്, ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ആയി. സോ 10,000 ക്യാഷ് ഉണ്ട് ആൻഡ് ക്യാപിറ്റൽ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. സോ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ അസറ്റ് സൈഡിൽ 10,000 ആയിരിക്കും. ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുന്നത് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ആണ്, അതും 10,000 ആണ്. സോ ദ ബാലൻസ് ഷീറ്റ് ടാലീസ്, ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലീസ്. ദാറ്റ് ഇസ് അസറ്റ് ഇസ് ഈക്വൽ ടു total assets is equal to total liabilities plus capital. ഇനി സെക്കൻഡ് ട്രാൻസാക്ഷൻ ഒന്ന് നോക്കിയാലോ. സെക്കൻഡ് ട്രാൻസാക്ഷനിൽ it said buys a car for 5,000 cash. So they are buying an asset, car non current asset ആണ്, ഫിക്സഡ് അസറ്റ് ആണ്. 5,000 ക്യാഷ് പേ ചെയ്തിട്ടാണ് ഈ കാർ വാങ്ങുന്നത്. സോ ബിസിനസ്സിൻ്റെ ക്യാഷ് കുറയും, 5,000 ക്യാഷ് കുറയും. അപ്പോൾ ക്യാഷ് ബാലൻസ് എത്രയായി? 5,000 ആയി. പക്ഷെ അവിടെ ഒരു പുതിയ അസറ്റ് വരുവാണ്, ദാറ്റ് ഈസ് കാർ. നോൺ കറണ്ട് അസറ്റ് വരുവാണ്, കാർ. സോ ക്യാഷ് ബാലൻസ് 5,000 ആയി കുറഞ്ഞിട്ട്, ബിക്കോസ് ദേ ആർ പേയിങ് ക്യാഷ് ആൻഡ് പർച്ചേസിങ് ദ കാർ, ആൻഡ് ദർ ഇസ് എ ന്യൂ അസറ്റ് കമ്മിങ് ഇൻ ടു ദ ബാലൻസ് ഷീറ്റ്, ദാറ്റ് ഈസ് ദ ഫിക്സഡ് അസറ്റ് കാർ. അപ്പോൾ ഇവിടെ ടോട്ടൽ പിന്നെയും എന്തായി? 10,000. ക്യാഷ് 10,000 ആൻഡ് കാർ ഫിക്സഡ് അസറ്റ് വന്നു 5,000. സോ ടോട്ടൽ 10,000. ലയബിലിറ്റിയിൽ വ്യത്യാസമില്ല, 0. ക്യാപിറ്റലിലും വ്യത്യാസമില്ല, 10,000. സോ ഹിയർ അഗെയിൻ ടോട്ടൽ അസറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. 10,000 ഇസ് ഈക്വൽ ടു 10,000. അപ്പോൾ രണ്ട് ട്രാൻസാക്ഷൻസ് കഴിഞ്ഞിട്ടും ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷനിൽ ടോട്ടൽ ഡെബിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്. ഇനി നെക്സ്റ്റ് ഇസ് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് ബോറോസ് 5,000 ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാണ് $5,000. സോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ക്യാഷ് കൂടും അല്ലേ? അപ്പോൾ ഇപ്പോൾ ക്യാഷ് ബാലൻസ് എത്രയാണുള്ളത്? ആഫ്റ്റർ പർച്ചേസിങ് ദ കാർ ദ ക്യാഷ് ബാലൻസ് ഇസ് $5,000. കാറുണ്ട് 5,000. ലോൺ എടുക്കുവാണ് ബാങ്കിൽ നിന്ന്. സോ എഗെയിൻ ബിസിനസ്സിന് ക്യാഷ് കിട്ടുവാണ് ബാങ്കിൽ നിന്ന്. സോ ക്യാഷ് ബാലൻസ് വിൽ ഇൻക്രീസ് 5,000. ലോൺ എടുത്തതിന് ശേഷം ക്യാഷ് ബാലൻസ് 10,000 ആയി. സോ 10,000 പ്ലസ് കാർ ഫിക്സഡ് അസറ്റ് 5,000. സോ ദ ടോട്ടൽ അസറ്റ് ഇസ് നൗ 15,000. ലയബിലിറ്റി ഇതുവരെ ഒന്നും ഇല്ലായിരുന്നു, ബട്ട് ദേ ഹാവ് ടേക്കൺ എ ലോൺ. സോ എ ന്യൂ ലയബിലിറ്റി ഇസ് കമ്മിങ് ഇൻ, ദാറ്റ് ഈസ് ദ ലോൺ അക്കൗണ്ട്. ഓക്കെ, സോ ബാങ്ക് ലോൺ 5,000. ക്യാപിറ്റലിൽ വ്യത്യാസം വന്നിട്ടില്ല. എഗെയിൻ ലെറ്റ്സ് സീ ലൈക്ക് വെദർ ദ ടോട്ടൽ അസറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ദി ലയബിലിറ്റീസ്. സോ ടോട്ടൽ അസറ്റ് ഇപ്പോൾ 15,000 ആണ്. ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി 5,000 ഉണ്ട്, ആൻഡ് ടു ദി ഓണേഴ്സ് ക്യാപിറ്റൽ ടു ദി ഓണേഴ്സ് 10,000 ഉണ്ട്. എഗെയിൻ 15,000 ഇസ് ഈക്വൽ ടു 15,000. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും നമുക്ക് കാണാൻ പറ്റും, ബിക്കോസ് ഫോർ എവറി ട്രാൻസാക്ഷൻ ഡ്വെൽ ഇഫക്റ്റ് ഉണ്ട്. നമ്മളൊരു ഡെബിറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്രെഡിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലി ആവും. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറേ ട്രാൻസാക്ഷൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ ബേസിസിലായിരുന്നു ജേർണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്തത്, ലെജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് ദോസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആയിരുന്നു ബ്രോട്ട് ക്യാപിറ്റൽ ഇൻ ടു ദ ബിസിനസ് ഫോർ $10,000. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരാണ് $10,000. അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഇതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയായിരിക്കും? സോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, അപ്പോൾ ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ 10,000 വന്നു. ക്യാഷ് ഫോമിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അസറ്റ് സൈഡിൽ ക്യാഷ് വന്നു 10,000. ലയബിലിറ്റീസ് ഇല്ല. സോ എഗെയിൻ ടോട്ടൽ ഓഫ് അസറ്റ്സ് ഇസ് നൗ 10,000 is equal to liabilities illa 0 plus capital 10,000. So accounting equation
total of assets is equal to total of liabilities plus capital. Let's move on to the next transaction. Purchase goods for cash. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ പ്രീവിയസ് ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ് ഒന്ന് ഇവിടെ എഴുതുവാണ്. സോ ക്യാഷ് 10,000, ക്യാപിറ്റൽ കൊണ്ടുവന്നിരുന്നു 10,000, ലയബിലിറ്റീസ് ഇല്ലായിരുന്നു 0. സെക്കൻഡ് ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ട്രാൻസാക്ഷനിൽ purchase goods for cash 2,000. ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെൻട്രി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇൻവെൻട്രി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. പുതിയൊരു അസറ്റ് വരുവാണ്, കറണ്ട് അസറ്റ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻവെൻട്രി. സോ കറണ്ട് അസറ്റിൽ പുതിയൊരു അസറ്റ് വരുവാണ്. ക്യാഷ് കൊടുത്തിട്ടാണ് ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ദിസ് പർച്ചേസ് ട്രാൻസാക്ഷൻ ഇസ് നോട്ട് ക്രെഡിറ്റ്, ഇറ്റ്സ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ബിസിനസ്സിലെ ക്യാഷ് കുറയുന്നു. എത്ര പേ ചെയ്തു ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്? $2,000 പേ ചെയ്തു. സോ ക്യാഷ് $2,000 കുറഞ്ഞു. മീനിങ് ദ ക്യാഷ് ബാലൻസ് ഇസ് നൗ 8,000. ഇപ്പോൾ ഈ ട്രാൻസാക്ഷന് ശേഷം ക്യാഷ് ബാലൻസ് 8,000 ആണ്. ബട്ട് എന്താണ് പർച്ചേസ് ചെയ്തത്? ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തത്, ഇൻവെൻട്രി ആണ് പർച്ചേസ് ചെയ്തത്. എ ന്യൂ കറണ്ട് അസറ്റ് ഇസ് കമ്മിങ് ഇൻ ഇൻവെൻട്രി ആൻഡ് ദാറ്റ് ഈസ് വർത്ത് 2,000. ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലയബിലിറ്റീസിൽ വ്യത്യാസം വന്നിട്ടില്ല, ക്യാപിറ്റലിനെ അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. സോ ഹിയർ ടോട്ടൽ അസറ്റ്സ്, ഈ രണ്ടാമത്തെ ട്രാൻസാക്ഷന് ശേഷം ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് 8,000 പ്ലസ് ഇൻവെൻട്രി 2,000. ടോട്ടൽ അസറ്റ്സ് ഇസ് 10,000 is equal to liabilities 0 ആണ്, പ്ലസ് ക്യാപിറ്റലിൽ വ്യത്യാസം വന്നിട്ടില്ല. എഗെയിൻ 10,000 is equal to 10,000. സെക്കൻഡ് ട്രാൻസാക്ഷന് ശേഷം ബിക്കോസ് നമ്മൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഡെബിറ്റിന് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്, ഈക്വൽ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ഹെൻസ് ദിസ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഷുഡ് ടാലി. അല്ലെങ്കിൽ ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുവാണെങ്കിൽ ഇതായിരിക്കും അസറ്റ് സൈഡിൽ വരുന്നത്. ക്യാഷും ഇൻവെൻട്രി ആയിരിക്കും അസറ്റ് സൈഡിൽ വരുന്നത്. ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത്. സോ ടോട്ടൽ ഓഫ് അസറ്റ്സ് 10,000 വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ദ ലയബിലിറ്റി സൈഡ് 10,000. തേർഡ് ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് മിഷൻ ഫോർ ക്യാഷ് 4,000. ക്യാഷ് കൊടുത്തിട്ട് മിഷൻ പർച്ചേസ് ചെയ്യുന്നു. മിഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. പുതിയൊരു നോൺ കറണ്ട് അസറ്റ് വരും അവരുടെ ബാലൻസ് ഷീറ്റിൽ, മിഷൻ എന്ന് പറയുന്ന നോൺ കറണ്ട് അസറ്റ്. സോ ലെറ്റ് മീ റൈറ്റ് ദ ക്യാഷ് ബാലൻസ്. പ്രീവിയസ് ഇക്വേഷന് ശേഷം ക്യാഷ് ബാലൻസ് 8,000 ആയിരുന്നു. ആ പർച്ചേസിന് ശേഷം 10,000 ആയിരുന്നു ഇനീഷ്യൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അതിന് ശേഷം $2,000 കൊടുത്തിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. സോ ദ ക്യാഷ് ബാലൻസ് റെഡ്യൂസ് ടു 8,000. പിന്നെ ആ ബിസിനസ്സിൽ ആ വാങ്ങിച്ച ഗുഡ്സ് ഉണ്ട്, ഇൻവെൻട്രി 2,000 and liabilities ഇല്ലായിരുന്നു. So liabilities was 0 and there was capital account 10,000. ഈ തേർഡ് ട്രാൻസാക്ഷന് ശേഷം എങ്ങനെയായിരിക്കും ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഇഫക്റ്റ് വരിക? ദേ പർച്ചേസ്ഡ് മിഷൻ ഫോർ ക്യാഷ് 4,000. ഇപ്പോൾ ക്യാഷ് കുറയും, 8,000 അല്ല, അതിപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 4,000. 8,000 ആയിരുന്നു, 4,000 ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ കൊടുത്തു. സോ ക്യാഷ് ബാലൻസ് റെഡ്യൂസ് ടു 4,000. ഇൻവെൻട്രിയിൽ വ്യത്യാസമില്ല, ഇൻവെൻട്രി ഇസ് സ്റ്റിൽ വർത്ത്, ദേ ആർ ഹാവിങ് ഇൻവെൻട്രി വർത്ത് 2,000. ബട്ട് പുതിയൊരു അസറ്റ് വന്നു, ദാറ്റ് ഇസ് മിഷൻ. മിഷൻ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അസറ്റ്, നോൺ കറണ്ട് അസറ്റ് വന്നു ആൻഡ് ദാറ്റ് ഇസ് വർത്ത് 4,000. ലയബിലിറ്റീസിൽ വ്യത്യാസമില്ല, ക്യാപിറ്റലിൽ വ്യത്യാസമില്ല. ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ അസറ്റ്സ് 10,000, liabilities ഇല്ല, capital 10,000. Again, total asset is equal to liabilities plus capital. 10,000 is equal to 10,000. And let's move on to fourth transaction. Fourth transaction മുമ്പ് ഞാൻ ആ ബാലൻസ് ഒന്ന് എഴുതട്ടെ. ക്യാഷ് ബാലൻസ് 4,000 ആയിരുന്നു. ഓക്കെ, ഇൻവെൻട്രി ഉണ്ടായിരുന്നു ആ ബിസിനസ്സിൽ 2,000. ദെൻ മിഷൻ പർച്ചേസ് ചെയ്തിരുന്നു 4,000. ലയബിലിറ്റീസ് ഇല്ലായിരുന്നു, 0. ക്യാപിറ്റൽ 10,000. ഇതായിരുന്നു സിറ്റുവേഷൻ ആഫ്റ്റർ 3 ട്രാൻസാക്ഷൻസ്. 4th ട്രാൻസാക്ഷനിൽ ദേ ആർ സെല്ലിംഗ് ഗുഡ്സ് ഫോർ ക്യാഷ്.
ഗുഡ്സ് സെല്ല് ചെയ്യാണ് ക്യാഷിന്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗുഡ്സ്, അതിൻ്റെ കോസ്റ്റ് നോക്കിയേ, 2000 വർത്ത് ഗുഡ്സ് ആണ് അവരെന്ത് ചെയ്യുന്നത്, 5000 സെല്ല് ചെയ്യുന്നത്. 2000 വർത്ത് ഗുഡ്സ് 5000 സെല്ല് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദേ ആർ സെല്ലിംഗ് ദ ഗുഡ്സ് അറ്റ് പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റ് കിട്ടി? 3000 പ്രോഫിറ്റ് കിട്ടി. നമ്മളെപ്പോഴും പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ക്യാപിറ്റലിലാണ്. റിമെമ്പർ ദ ഇക്വേഷൻ ദാറ്റ് വി ഡിസ്കസ്ഡ് യെസ്റ്റർഡേ. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്, ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. സോ പ്രോഫിറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ അപ്പോൾ ഇവർ ഈ പറയുന്ന ഇൻവെൻട്രി കംപ്ലീറ്റ്ലി സെല് ചെയ്തു. അപ്പോൾ ഇൻവെൻട്രി കംപ്ലീറ്റ്ലി ക്യാൻസൽഡ് ആവും. ഓക്കെ, ക്യാൻസൽഡ് ആവും. അവർ ക്യാഷിനാണ് സെല് ചെയ്തേക്കുന്നത്. സോ 5000 ക്യാഷ് കിട്ടും. സോ ക്യാഷ് ബാലൻസിൽ വ്യത്യാസം വന്നു. ക്യാഷ് ബാലൻസ് 4000 ആയിരുന്നു. 5000 കൂടി കിട്ടുമ്പോൾ നൗ ദ ക്യാഷ് ബാലൻസ് വുഡ് ബി 9000. ഓക്കെ, 4000 പ്ലസ് 9000, 4000 ഉണ്ടായിരുന്നു, 5000 സെല് ചെയ്തപ്പോൾ ക്യാഷ് കിട്ടി. അപ്പോൾ 9000 ആയി ക്യാഷ് ബാലൻസ്. ഇൻവെൻട്രി അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ആ ഇൻവെൻട്രി അവർ കംപ്ലീറ്റ്ലി സെല് ചെയ്തു. അപ്പോൾ ഇൻവെൻട്രി ഇപ്പോൾ 0 ആണ്. മിഷൻ ഉണ്ട് 4000, ലയബിലിറ്റീസ് ഇല്ല, ബട്ട് ദേ മേഡ് എ പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി? 3000 പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, 2000ൻ്റെ ഗുഡ്സ് ആണ് 5000 സെല് ചെയ്തേക്കുന്നത്. സോ 3000 പ്രോഫിറ്റ് ഉണ്ടാക്കി. ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് അസറ്റ്സ് നൗ. ഇപ്പോൾ 9000 പ്ലസ് 4000, ടോട്ടൽ ഇപ്പോൾ അസറ്റ്സ് 13000 ഉണ്ട്. ലയബിലിറ്റീസ് ഇല്ല, ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ഇല്ല. പക്ഷേ ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്രയായി? 10,000 പ്ലസ് പ്രോഫിറ്റ്, it is now 13,000. Again, total of debit is equal to total of credit. Fifth transaction, paid rent by cash. $500 cash pay ചെയ്തു. റെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് പേ ചെയ്തേക്കുന്നത്. റെൻറ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കുറയും. ക്യാഷ് കുറയാണ്, അറ്റ് ദ സെയിം ടൈം പ്രോഫിറ്റും കുറയും. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് സ്ലൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. ക്യാഷ് ഇപ്പോൾ 9000 ഉണ്ട് ആ ബിസിനസ്സിൽ. ക്യാഷ് 9000, ഇൻവെൻട്രി ഇല്ല, മിഷൻ ഉണ്ട് 4000, ദെൻ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു 10,000, they had profit 3,000. This was the situation after the fourth transaction. Fifth transaction they paid rent. അപ്പോൾ ക്യാഷ് കുറയും, $500 ക്യാഷ് കുറയും. മീനിങ് 9000 ഉണ്ടായിരുന്ന ക്യാഷ് ബാലൻസ് 500 കുറഞ്ഞു. ഇറ്റ് വിൽ ബിക്കം 8500. ആൻഡ് റെൻറ്റ് പേ ചെയ്യുമ്പോൾ റെൻറ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. എക്സ്പെൻസ് വരുമ്പോൾ പ്രോഫിറ്റ് കുറയും. സോ പ്രോഫിറ്റ് ഇസ് നൗ നോട്ട് 3000. ആ റെൻറ്റും കൂടി പേ ചെയ്തതിന് ശേഷം 500 കുറയും. സോ ഇറ്റ് ഇസ് നൗ 2500. ലയബിലിറ്റീസിൽ വ്യത്യാസം വന്നിട്ടില്ല. ലയബിലിറ്റി 0 തന്നെയാണ്. ഇവർക്ക് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ഇപ്പോൾ ഇല്ല. സോ ടോട്ടൽ ഓഫ് അസറ്റ്സ് ഇപ്പോൾ ക്യാഷ് 8500 ഉണ്ട്, പ്ലസ് മിഷൻ വർത്ത് 4000. ടോട്ടൽ അസറ്റ്സ് ഇസ് 12500 is equal to liabilities ഇല്ല, ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി 0 ആണ്, പ്ലസ് the capital. Capital is 12,500. Profit is Sayyidam. The closing capital is 12,500. Again, total assets is equal to total liabilities. Liabilities plus capital. 12,500 is equal to 12,500. Okay. Sixth transaction. Purchase goods on credit. Okay. Purchase and sales വരുമ്പോൾ അവിടെ എഫക്റ്റഡ് ആവുന്നത് ഇൻവെൻട്രി അക്കൗണ്ടാണ്. SOFPയിൽ ബാലൻസ് ഷീറ്റിൽ എഫക്റ്റഡ് ആവുന്നത് ഇൻവെൻട്രി അക്കൗണ്ടാണ്. ആൻഡ് ഇത് ക്യാഷ് കൊടുത്തിട്ടല്ല പർച്ചേസ് ചെയ്തേക്കുന്നത്, ക്രെഡിറ്റിനാണ് ഇത് പർച്ചേസ് ചെയ്തേക്കുന്നത്. എത്ര ഡോളേഴ്സ്? $2,000 ഗുഡ്സ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലയബിലിറ്റി വരുവാണ്. ദി ഓഫ് ദ എമൗണ്ട് ടു സപ്ലയേഴ്സ്, റൈറ്റ്? അപ്പോൾ അവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി വരും, കറണ്ട് ലയബിലിറ്റി വരും. പേയബിൾസ് എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ പേയബിൾസ് എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി അവിടെ വരുവാണ്. ബിക്കോസ് ദിസ് ഇസ് എ ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, സോ നമുക്ക് പ്രീവിയസ്ലി അപ്ഡേറ്റ് ചെയ്ത
ബാലൻസസ് ഒന്ന് എഴുതാം. ക്യാഷ് 8,500 ഉണ്ടായിരുന്നു. Then they had mission 4,000. Liabilities ഇല്ലായിരുന്നു. Capital was 10,000 and profit was 2,500. Profit 2,500. ഇപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ് ക്രെഡിറ്റിൽ. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു അസറ്റ് ഇവിടെ വരുവാണ്. ഇൻവെൻട്രി വർത്ത് 2,000. കറണ്ട് അസറ്റ്സിൽ പുതിയൊരു ഐറ്റം വന്നു, പുതിയൊരു അസറ്റ് വന്നു, ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ് വന്നു. അറ്റ് ദ സെയിം ടൈം ഇത് ക്യാഷ് കൊടുത്തിട്ടല്ല ഇവർ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്യാഷ് ബാലൻസിൽ വ്യത്യാസം വരില്ല. ലയബിലിറ്റീസിൽ പുതിയൊരു ഐറ്റം വരുവാണ്. കറണ്ട് ലയബിലിറ്റിയിൽ പേയബിൾസ്, ക്രെഡിറ്റേഴ്സ്. സോ പേയബിൾസ് 2,000. ഓക്കെ, ഇൻവെൻട്രി വാങ്ങിക്കുന്നു, അപ്പോൾ പുതിയ അസറ്റ് വരുന്നു നമ്മുടെ അസറ്റ് സൈഡിൽ 2,000 വർത്ത് ഇൻവെൻട്രി. ആൻഡ് ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റി വരുവാണ്, പേയബിൾസ് എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി. ലെറ്റ്സ് ചെക്ക് ദ ടോട്ടൽ ആഫ്റ്റർ ദിസ് ട്രാൻസാക്ഷൻ. എന്തായിരിക്കും ടോട്ടൽ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ 8,500 plus 4,000 plus 2,000, it would come to 14,500. The total assets is 14,500 is equal to liabilities. Liabilities ഇപ്പോൾ outsiders liabilities ഇപ്പോൾ 2,000 ഉണ്ട്. ആൻഡ് ക്യാപിറ്റലിൽ വ്യത്യാസം വന്നിട്ടില്ല. ക്യാപിറ്റൽ is still 12,500. So 14,500 is equal to 2,000 plus 12,500. Again, total of debit അല്ലെങ്കിൽ total of assets is equal to total of credit. That is liabilities plus capital. അപ്പോൾ ഈ ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പ്രൂവ് ആവുന്നത്. ആസ് ഐ ടോൾഡ് യു, ലൈക്ക് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം the total of debit should be equal to total of credit. Then, seventh transaction, paid cash to credit suppliers. Okay, paid cash to credit suppliers. സപ്ലയേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഒരു ലയബിലിറ്റി ഇവിടെ റെക്കഗ്നൈസ് ചെയ്തിരുന്നു. ഏതാ ലയബിലിറ്റി? പേയബിൾസ് എന്ന് പറയുന്ന ലയബിലിറ്റി ആണല്ലേ. സപ്ലയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് പേയബിൾസ് എന്ന് പറയുന്ന ലയബിലിറ്റി ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആണ്. അതാണ് ഇപ്പോൾ അവർ പേ ചെയ്യുന്നത്. പേ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലയബിലിറ്റി കുറയും, ബിസിനസ്സിൻ്റെ ലയബിലിറ്റി കുറയും. ക്യാഷ് ആണ് പേ ചെയ്യുന്നത്, അപ്പോൾ ക്യാഷ് ബാലൻസും കുറയും. സോ ക്യാഷ് ബാലൻസ് വാസ് cash balance was 8,500. 8,500 ആയിരുന്നു ലാസ്റ്റ് ട്രാൻസാക്ഷന് ശേഷമുള്ള ക്യാഷ് ബാലൻസ്. അതിൽ നിന്ന് എത്ര കുറയും? 8,500ൽ നിന്ന് 1,200 പേ ചെയ്തു സപ്ലയേഴ്സിന്. ആ ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനായിട്ട് പാർഷ്യൽ സെറ്റിൽമെൻ്റ് ആണ്, ഫുൾ സെറ്റിൽമെൻ്റ് അല്ല, പാർഷ്യൽ സെറ്റിൽമെൻ്റ് ആണ്. ലൈക്ക് ദേ ഹാഡ് ടു പേ ആക്ച്വലി $2,000, പക്ഷെ കംപ്ലീറ്റ് പേ ചെയ്തിട്ടില്ല. പാർഷ്യൽ പേയ്മെൻ്റ് ആണ് വന്നേക്കുന്നത് 1,200ൻ്റെ. സോ ക്യാഷ് കുറയും. 8,500 ആയിരുന്നു ക്യാഷ് ബാലൻസ്, 1,200 പേ ചെയ്യുമ്പോൾ നൗ ദ ക്യാഷ് ബാലൻസ് വുഡ് ബി 7,300. ഓക്കെ, 7,300 ആയി. 8,500 മൈനസ് 1,200, 7,300 ആയി ക്യാഷ് ബാലൻസ്. ആൻഡ് മിഷൻ വ്യത്യാസം വന്നിട്ടില്ല. മിഷൻ, ദേ ആർ സ്റ്റിൽ ഹാവിങ് മിഷൻ വർത്ത് 4,000. ആൻഡ് യെസ്, ഇൻവെൻട്രി 2,000. ഇൻവെൻട്രി 2,000. ആൻഡ് പേയബിൾസിൽ വ്യത്യാസം വന്നു. പേയബിൾസ് എത്രയായിരുന്നു? 2,000 ആയിരുന്നു പേയബിൾസ്. ആ ഒരു ലയബിലിറ്റിയിൽ 1,200 അവർ പേ ചെയ്തു. അപ്പോൾ ക്രെഡിറ്റിൽ കുറയാണ്. ഡെബിറ്റിൽ എങ്ങനെയാണോ നിങ്ങൾ ക്യാഷ് കുറച്ചത്, ക്രെഡിറ്റിൽ ഇഫക്റ്റ് വരും. ആ ലയബിലിറ്റി കുറയാണ്. സോ 2,000ൽ $1,200 പേ ചെയ്തു. ഇപ്പോൾ ലയബിലിറ്റി ബാക്കി എത്രയേ ഉള്ളൂ? ഇനി 800 കൂടിയേ പേ ചെയ്യാനുള്ളൂ. ടോട്ടൽ ലയബിലിറ്റി 2,000 ആയിരുന്നു, 1,200 സെറ്റിൽ ചെയ്തു. സോ ഇനി 800 കൂടിയേ പേ ചെയ്യാനുള്ളൂ. ക്യാപിറ്റലിൽ വ്യത്യാസമില്ല. ക്യാപിറ്റൽ ഇസ് 10,000 ആൻഡ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു 2,500. പ്രോഫിറ്റ് 2,500. ലെറ്റ്സ് ടോട്ടൽ ദി അമൗണ്ട്സ്. സോ ഇപ്പോൾ ടോട്ടൽ അസറ്റ്സ് 7,300 പ്ലസ് 4,000 പ്ലസ് 2,000, ഇറ്റ് ഈസ് നൗ 13,300. 13,300 വർത്ത് ടോട്ടൽ അസറ്റ്സ് ഉണ്ട്. ലയബിലിറ്റീസ് 800 ഉണ്ട്. ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ ഇസ് 12,500. സോ ഇപ്പോഴും ആ അക്കൗണ്ടിങ് ഇക്വേഷൻ മാറിയിട്ടില്ല.
total of assets, that is 13,300, is equal to total of liabilities plus capital. 12,500 ആണ് capital plus outside as liability 800. So total assets 13,300 is equal to total of liabilities, which is again 13,300. Okay. Now moving on to 8th transaction. Okay, 8th transaction lotu povana. Sold goods on credit. Credit sales aanu vannekkunne, cash account ne affect cheyilla. Goods sell cheyidu പക്ഷേ cash കിട്ടിയിട്ടില്ല. നമ്മൾ അവർക്ക് സാവകാശം കൊടുത്തേക്കുവാണ് പേ ചെയ്യാനായിട്ട്, കസ്റ്റമേഴ്സിന് പേ ചെയ്യാനായിട്ട് സാവകാശം കൊടുത്തേക്കുവാണ്. സോ അവരുടെ കയ്യിൽ നിന്ന് ഫ്യൂച്ചറിൽ നമുക്ക് ഈ എമൗണ്ട് കിട്ടും. സോ അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് വരും, ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ്, അല്ലെങ്കിൽ റിസീവബിൾസ് എന്ന് പറയുന്ന അസറ്റ് വരും. എന്താണ് ഇഫക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇൻവെൻട്രി കുറയാണ്, സെല് ചെയ്യുമ്പോൾ ഇൻവെൻട്രി കുറയും. അറ്റ് ദ സെയിം ടൈം ക്യാഷ് ബാലൻസ് കൂടില്ല. ഇത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. പുതിയൊരു അസറ്റ് നമ്മുടെ ബുക്സിൽ വരുവാണ്, റിസീവബിൾസ് എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ് വരുവാണ്. സോ ക്യാഷ് ബാലൻസ് ഇസ് നോട്ട് ചേഞ്ചിങ് ഹിയർ. ക്യാഷ് 7,300 ആൻഡ് ഇൻവെൻട്രി മിഷനും ഉണ്ട്, അതിൽ വ്യത്യാസമില്ല. മിഷൻ വർത്ത് 4,000. ഇൻവെൻട്രി ഇല്ല. ഈ പറയുന്ന ഇൻവെൻട്രി ആണ് എന്ത് ചെയ്തേക്കുന്നത്, സെൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി ഇല്ല, കംപ്ലീറ്റ്ലി സെൽ ചെയ്തു. ആ 2,000 വർത്ത് ഇൻവെൻട്രി എന്ത് ചെയ്തു, ലൈക്ക് സെൽ ചെയ്തു. അപ്പോൾ ഇൻവെൻട്രി അക്കൗണ്ട് അവിടെ ക്ലോസ്ഡ് ആയി. സോ ഇൻവെൻട്രി 0 ആയി. അപ്പോൾ ഞാൻ ഇൻവെൻട്രി എഴുതുന്നില്ല. ഓക്കെ, ഇൻവെൻട്രി ഇസ് നോട്ട് ദെയർ, അത് കംപ്ലീറ്റ്ലി സെൽ ചെയ്തു കേട്ടോ. ഇൻസ്റ്റെഡ് എന്ത് വന്നു, റിസീവബിൾസ് എന്ന് പറയുന്ന അസറ്റ് വന്നു. എത്ര, 4,000ൻ്റെ റിസീവബിൾസ്. 4,000 കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ക്യാഷ് ബാലൻസിൽ ആഡ് ചെയ്തിട്ടില്ല, ഫ്യൂച്ചറിൽ കിട്ടും. അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അസറ്റ്, കറണ്ട് അസറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവന്നേക്കുന്നത് 4,000 വർത്ത് അസറ്റ്. ഓക്കെ, റിമെമ്പർ 2,000ൻ്റെ ഇൻവെൻട്രി ആണ് 4,000ന് സെൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ബിസിനസ് അവിടെ എന്തുണ്ടാക്കി, പ്രോഫിറ്റ് ഉണ്ടാക്കി. 2,000 കോസ്റ്റിംഗ് ഇൻവെൻട്രി ആണ്, 2,000 വാല്യൂ വരുന്ന ഇൻവെൻട്രി ആണ് 4,000ന് സെൽ ചെയ്തേക്കുന്നത്. സോ ബിസിനസ് അവിടെ 2,000 പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ സെയിൽസിൽ 2,000 പ്രോഫിറ്റ് ഉണ്ടാക്കി. അത് നമ്മൾ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സോ ക്യാപിറ്റൽ 10,000 ആയിരുന്നു. ക്യാപിറ്റൽ 10,000. പ്രീവിയസ് ട്രാൻസാക്ഷനിൽ നിന്ന് അവരുടെ പ്രോഫിറ്റ് 2,500 ആയിരുന്നു. പ്രോഫിറ്റ് വാസ് 2,500. ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ സെയിൽസിലൂടെ 2,000 എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഇസ് 4,500. 2,500 ഓൾറെഡി ഉണ്ടായിരുന്നു, പ്ലസ് ഈ ഒരു സെയിൽസിൽ നിന്ന് 2,000 പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 4,500 ആണ്. ലയബിലിറ്റീസിൽ വ്യത്യാസം വന്നിട്ടില്ല. ലയബിലിറ്റീസിൽ സ്റ്റിൽ നമുക്ക് ആ സപ്ലയേഴ്സിന് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ഉണ്ട്, റിമൈനിങ് എമൗണ്ട് 800. ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ, ഈ ക്രെഡിറ്റ് സെയിൽസ് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇഫക്റ്റ് വരുന്നത്. നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ അസറ്റ്സ് 7,300 പ്ലസ് 4,000 പ്ലസ് 4,000. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ അസറ്റ്സ് 15,300 ഉണ്ട്. 15,300 വർത്ത് അസറ്റ്സ് ഉണ്ട് ഈ ബിസിനസ്സിൽ. ഇസ് ഈക്വൽ ടു ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ഉണ്ട് 800 പ്ലസ് എത്രയാണിപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ, 10,000 plus the profit 14,500. So again total of assets 15,300 is equal to total of liabilities plus capital 800 plus 14,500, that will give you 15,300. So total assets 15,300 is equal to total liabilities, outsiders plus liability towards the owner, അതല്ലേ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ 15,300 is equal to 15,300. Again, total of debit is equal to total of credit. Okay. ഇനി 9th transaction, that is received cash from credit customer. ഇപ്പോൾ ലാസ്റ്റ് ട്രാൻസാക്ഷനിൽ നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് 4,000 റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, $4,000 റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുവാണ്, 3,000 ക്യാഷ് കിട്ടുവാണ്. സോ ദാറ്റ് മീൻസ് ആ ഒരു അസറ്റ് കുറയ്ക്കണം. അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ആ ഒരു അസറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ആൻഡ് ക്യാഷ് ബാലൻസ് കൂടും. പ്രീവിയസ്ലി ഇറ്റ് വാസ് ക്യാഷ് ബാലൻസ് ഓഫ് 7,300. ഇപ്പോൾ ക്യാഷ് കിട്ടി, 3,000 ക്യാഷ് കിട്ടി. സോ ക്യാഷ് ബാലൻസ് ഇപ്പോൾ 7,300 പ്ലസ് 3,000 യു റിസീവ് ഫ്രം ദ കസ്റ്റമർ.
10,300 ആയി ക്യാഷ് ബാലൻസ്. ഇറ്റ് ഈസ് നൗ 10,300 ആൻഡ് മിഷനിൽ വ്യത്യാസമില്ല. മിഷൻ വർത്ത് 4,000 ബിസിനസ്സിലുണ്ട്. റിസീവബിൾസ് എന്ന് പറയുന്ന അസെറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് 4,000 ആയിരുന്നു കാണിച്ചത്, 3,000 ഓൾറെഡി കിട്ടി. അപ്പോൾ ആ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കാനുണ്ട്. 4,000 മൈനസ് 3,000. സോ നൗ ഇനി ബാക്കി എത്രയേ കിട്ടാനുള്ളൂ? $1,000 കിട്ടാനുള്ളൂ. അപ്പോൾ അവിടെ അസറ്റ് കുറഞ്ഞു. ക്യാഷ് ബാലൻസ് കൂടി, പക്ഷേ ഒരു അസറ്റ് കൂടി മറ്റൊരു അസറ്റ് കുറയാണ്. അപ്പോൾ കൂടുന്ന അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുക അല്ലേ? സോ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ് അവിടെ കൂടുന്നത്. ഏത് അസറ്റാണ് കുറഞ്ഞത്? റിസീവബിൾസ് എന്ന് പറയുന്ന അസറ്റാണ് കുറഞ്ഞേക്കുന്നത്. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ നമുക്കറിയാം ഡബിൾ എൻട്രി റൂൾ എന്താ? ഏത് അസറ്റാണോ കുറയുന്നത് ആ അസറ്റ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് റിസീവബിൾസ്, അതാണ് ജേർണൽ എൻട്രിയിൽ വരുന്നത്. അതാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്. ക്യാഷ് ബാലൻസ് 3,000 കൂട്ടി, ബട്ട് റിസീവബിൾസ് എന്ന് പറയുന്ന അസറ്റിൻ്റെ ബാലൻസ് നമ്മൾ കുറച്ചു. ലയബിലിറ്റീസിൽ വ്യത്യാസമില്ല. സ്റ്റിൽ പേയബിൾസ് ഉണ്ട്, വർത്ത് 800. Then capital, that is 10,000. Profit വ്യത്യാസം വന്നിട്ടില്ല. Profit is 4,500. Okay, let's check the total now. Total assets ഇപ്പോൾ എത്രയായി? Now the total assets is 15,300. 10,300 plus 4,000 plus 1,000, 15,300 ആയി ഈ ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ്സ്. ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ഈസ് 800 ആൻഡ് ക്യാപിറ്റൽ എത്രയാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ 14,500. സോ ടോട്ടൽ ഓഫ് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അഗെയിൻ 15,300 is equal to 15,300. Total of asset is equal to liabilities 800 plus capital 14,500. 10th transaction, paid electricity. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പേ ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിസിറ്റി ശരിക്കും എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി പേ ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് കൂടുവാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ ഓർക്കണം അത് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും. എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റിന് എന്ത് പറ്റും? പ്രോഫിറ്റ് കുറയും. ആൻഡ് ഈ പേ ചെയ്യുമ്പോൾ ക്യാഷാണ് പേ ചെയ്യുന്നത്, അപ്പോൾ ക്യാഷും കുറയാൻ പോവുകയാണ്. അപ്പോൾ ക്യാഷ് ബാലൻസും കുറയും. അറ്റ് ദ സെയിം ടൈം ഈ എക്സ്പെൻസ് വരുന്നത് കൊണ്ട് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്സും കുറയാണ്. നമുക്കിത് പോസ്റ്റ് ചെയ്യാം. ഈ ഒരു ട്രാൻസാക്ഷന് ശേഷം എന്തായിരിക്കും അക്കൗണ്ട് ബാലൻസ് എന്ന് നോക്കാം. ക്യാഷ് ബാലൻസ് 10,300 ആയിരുന്നു. ഇലക്ട്രിസിറ്റി പേ ചെയ്തു 300. ദറ്റ് മീൻസ് 10,300 മൈനസ് 300 പേയ്മെൻറ്റ് പോയി. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ 10,000 ക്യാഷേ ഉള്ളൂ. ഈ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ the cash balance reduced to 10,000. ബാക്കി അസറ്റ്സിൽ വ്യത്യാസമില്ല. പ്രീവിയസ്ലി നോക്കുകയാണെങ്കിൽ മിഷൻ എന്ന് പറയുന്ന അസറ്റ് ഉണ്ട്, വർത്ത് $4,000. ദെൻ വി ഹാവ് റിസീവബിൾസ്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കിട്ടാനുണ്ട്. എത്ര ഡോളേഴ്സ്? $1,000 കിട്ടാനുണ്ട്. ലയബിലിറ്റീസിൽ ചേഞ്ച് വന്നിട്ടില്ല. ഈ ഒരു ട്രാൻസാക്ഷൻ കാരണം ലയബിലിറ്റിയിൽ വ്യത്യാസം വന്നിട്ടില്ല. ദേ ഹാവ് പേയബിൾസ് 800. Then capital. So capital, remember when they started the business they had put in $10,000 capital. Profit ഉണ്ടായിരുന്നു. Profit was 4,500. But ഈ ഒരു എക്സ്പെൻസ് കാരണം പ്രോഫിറ്റ് കുറയും. 4,500 ആയിരുന്നു പ്രോഫിറ്റ്. ഈ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് വരുമ്പോൾ 300 പ്രോഫിറ്റ് കുറയും. മീനിങ് 4,500 minus 300. Now the profit is 4,200. 4,200 ആയി പ്രോഫിറ്റ് ഈ ഒരു ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് വന്നതുകൊണ്ട്. സോ ടോട്ടൽ അസറ്റ്സ് എത്രയാണ്? ഇപ്പോൾ ടോട്ടൽ അസറ്റ്സ് 10,000 പ്ലസ് 4,000 പ്ലസ് 1,000, 15,000 ആണ് ഈ കമ്പനീൻ്റെ ടോട്ടൽ അസറ്റ്സ്, ഈ ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ്സ് ആഫ്റ്റർ ദിസ് ട്രാൻസാക്ഷൻ. ലയബിലിറ്റീസ്, ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിയിൽ വ്യത്യാസമില്ല, $800. ക്ലോസിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, 14,200 ആയി. ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ ദ ക്ലോസിംഗ് ക്യാപിറ്റൽ ഇസ് 14,200. എഗെയിൻ ലെറ്റ്സ് ചെക്ക് ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കാം. ടോട്ടൽ അസറ്റ് 15,000 is equal to liabilities plus capital. Outsiders liability is 800,
capital is 14,200. So 15,000 is equal to 15,000. ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും when we give, അതായത് രണ്ട് ആസ്പെക്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ആദ്യത്തെ ആസ്പെക്ട് ഇപ്പോൾ ഡെബിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇഫക്റ്റ് കൊടുക്കും ക്രെഡിറ്റിൽ. അതേപോലെ തന്നെ ആദ്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ക്രെഡിറ്റ് ആണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇഫക്റ്റ് ഡെബിറ്റിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലി ആവുന്നത്. And it is because of this double entry principle that the balance sheet tally is always. Yes. Then received commission. Commission എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ്. ഇൻകം കൂടുവാണ് ബിസിനസ്സിൻ്റെ. ഈ കമ്മീഷൻ കിട്ടുന്നത് കൊണ്ട് ഇൻകം കൂടുവാണ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താ? കമ്മീഷൻ കിട്ടുന്നു, അപ്പോൾ ബിസിനസ്സിൻ്റെ ഇൻകം കൂടുന്നു, പ്രോഫിറ്റ് കൂടുന്നു. ഇതെന്തായിട്ടാണ് കിട്ടുന്നത്? ക്യാഷ് ഫോമിലാണ് കിട്ടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല ക്യാഷ് ബാലൻസും കൂടും. സോ ദ ഡബിൾ ഇഫക്റ്റ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ ഇസ് കമ്മീഷൻ കിട്ടുമ്പോൾ ബിസിനസ്സിൻ്റെ ഇൻകം കൂടുന്നു, അപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ക്യാഷ് ഫോമിലാണ് കിട്ടുന്നത്, അപ്പോൾ ക്യാഷ് ബാലൻസ് വിൽ ഓൾസോ ഇൻക്രീസ്. ലെറ്റ്സ് പോസ്റ്റ് ദി അക്കൗണ്ട് ബാലൻസസ്. ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഓൾറെഡി ഈ ബിസിനസ്സിന് ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു. എത്ര? ഇറ്റ് വാസ് 10,000, റൈറ്റ്? 10,000 പ്ലസ് കമ്മീഷനും കൂടി കിട്ടി 100. സോ 10,100 ആയി ഇപ്പോൾ ക്യാഷ് ബാലൻസ്. സോ ലെറ്റ് മീ റൈറ്റ് ദ ക്യാഷ് ബാലൻസ് ഇസ് 10,100. 10,000 ആയിരുന്നു. ഈ ഒരു കമ്മീഷൻ ക്യാഷ് ഫോമിലാണ് കിട്ടിയേക്കുന്നത്. സോ നൗ ദ ബാലൻസ് ഇസ് 10,100. മിഷൻ അക്കൗണ്ട് ഉണ്ട്, വ്യത്യാസം വന്നിട്ടില്ല, 4,000. ദെൻ റിസീവബിൾസ് ഉണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടില്ല. ദ റിസീവബിൾസ് ബാലൻസ് ഇസ് 1,000. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബാക്കി ഇനിയും കിട്ടാനുണ്ട് $1,000. ഇനി ലയബിലിറ്റി മാറിയിട്ടുണ്ടോ? ലയബിലിറ്റിയിലും വ്യത്യാസം വന്നിട്ടില്ല. പേയബിൾസ് എന്ന് പറയുന്ന ലയബിലിറ്റീനെ ഈ ഒരു ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്തിട്ടില്ല. സോ പേയബിൾസ് 800. ബട്ട് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ പ്രോഫിറ്റിനെ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ദേ ഹാഡ് ക്യാപിറ്റൽ ഓഫ് 10,000 ആൻഡ് പ്രോഫിറ്റ് നോക്കിയേ 4,200 ആയിരുന്നു പ്രോഫിറ്റ്. 4,200 ആയിരുന്നു. ഈ കമ്മീഷൻ 100, ഇത് ഇൻകം ആണ്. ഈ 100 ഇൻകം കൂടി വരുമ്പോൾ പ്രോഫിറ്റ് കൂടും അല്ലേ? പ്രോഫിറ്റ് കൂടും. 4,200 ഉള്ളത് 100 കൂടി കിട്ടുമ്പോൾ 4,300 ആവും. സോ പ്രോഫിറ്റ് ഇസ് നൗ 4,300. ചെക്ക് ചെയ്യാം നമുക്ക്. ടോട്ടൽ അസറ്റ്സ് ഇപ്പോൾ 15,100 ആയി. ക്യാഷ് ബാലൻസ് കൂടിയിട്ടുണ്ട് അസറ്റ് സൈഡിൽ, $100 കൂടിയിട്ടുണ്ട്. സോ ടോട്ടൽ അസറ്റ്സ് ഇസ് നൗ 15,100. പേയബിൾസ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിയിൽ വ്യത്യാസമില്ല, ഇറ്റ് ഇസ് സ്റ്റിൽ 800. ആൻഡ് ക്യാപിറ്റൽ റിമെമ്പർ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 4,200 ആയിരുന്നു, 100 കൂടി വന്നു. സോ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ക്യാപിറ്റൽ ഇസ് നൗ 14,300. ഓക്കെ. So again, the double entry principle, total of debit is equal to total of credit. Liabilities plus capital. 800 plus 14,300 is equal to 15,100. Then, withdrew cash for personal use. Withdrew cash for personal use. So, owner business in a cash withdraw cheyana. അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആവും. That is the drawings account. Drawings account open ആവുകയാണ്. ആൻഡ് ഡ്രോയിങ്സ് നമ്മൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിലാണ്? ക്യാപിറ്റലിലാണ് ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഡ്രോയിങ്സ് വരുമ്പോൾ ക്യാപിറ്റൽ കുറയും. വി നോ ദറ്റ് ഇക്വേഷൻ വിച്ച് വി ഡിസ്കസ് യെസ്റ്റർഡേ. ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ്. സോ ഡ്രോയിങ്സ് വരുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റാണ് ചെയ്യുന്നത്. ആൻഡ് ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ ക്യാഷ് ബാലൻസും കുറയും അല്ലേ? അസറ്റ് സൈഡിൽ ക്യാഷ് കുറയും, ലയബിലിറ്റി സൈഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ക്യാഷും കുറയുന്നു, ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ഷനും വരുന്നു. ലെറ്റ്സ് പോസ്റ്റ്. ക്യാഷ് ബാലൻസ് 10,100 ആയിരുന്നു. ഇപ്പോൾ ഈ 250 വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ക്യാഷ് ബാലൻസ് എത്രയാവും? 10,100 ആയിരുന്നു. ഈ പറയുന്ന 250 കൂടി വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ദ ക്യാഷ് ബാലൻസ് വുഡ് ബി 9,850. 9,850 ആയി ക്യാഷ് ബാലൻസ്. ബാക്കി അസറ്റ്സിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. മിഷൻ 4,000 വർത്ത് മിഷൻ ഉണ്ട്. ദെൻ വി ഹാവ് റിസീവബിൾസ്
1000 അതിലും വ്യത്യാസം വന്നിട്ടില്ല. Liabilities, payables ഉണ്ടായിരുന്നു. Payables 800. Then capital introduced was 10,000. Profit 4,300 ആണ്. നമ്മൾ പ്രോഫിറ്റ് ആഡ് ആണ് ചെയ്യാറ്. 4,300. ആൻഡ് ഡ്രോയിങ്സ് അല്ലേ, ഡ്രോയിങ്സ് മൈനസ് ചെയ്യും, ഡ്രോയിങ്സ് ഡിഡക്റ്റ് ചെയ്യും ക്യാപിറ്റലിൽ നിന്ന് 250. ഓക്കെ, ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ് നമ്മൾ ഡിഡക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലെ ഇഫക്റ്റ് നോക്കിയേ. ഈ പറയുന്ന അസറ്റ് ക്യാഷിൽ നിന്ന് 250 കുറച്ചു, ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് 250 കുറച്ചു. Now let's check the total. The total is 9,850 plus 1,000 plus 4,000. ഇപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഇപ്പോൾ 14,850 ആയി. ഈ ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ്സ് ഈ ട്രാൻസാക്ഷന് ശേഷം 14,850 ആയി. ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിയിൽ വ്യത്യാസം വന്നിട്ടില്ല. ഇറ്റ് ഇസ് സ്റ്റിൽ 800, ബട്ട് ക്യാപിറ്റലിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഇസ് നൗ 10,000 plus profit 4,300 minus drawings 250. That would give 14,050. ചെക്ക് ചെയ്യാം നമുക്ക് ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലി ആവുന്നുണ്ടോ എന്ന്. സോ 800 plus 14,050 will give you 14,850. Total of asset is equal to total of liabilities 14,850. Balance sheet la asset side will be equal to the liability side. 14,850 will be equal to the liability total 14,850. Yes. Ini next transaction, the business took a bank loan. Bank loan eduthu. Loan is a liability. Okay, loan liability ആണ്. ലോൺ എടുക്കുമ്പോൾ ലയബിലിറ്റി കൂടും, ക്യാഷ് കിട്ടും. അപ്പോൾ ലയബിലിറ്റിയും കൂടുവാണ്, ക്യാഷും കൂടുവാണ്. 1,500 ക്യാഷ് ആയിട്ടാണ് ഈ ലോണിൻ്റെ ഡബിൾ എൻട്രി പറയുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ക്യാഷ്. സോ ഡെബിറ്റ് ക്യാഷ് ആൻഡ് ലയബിലിറ്റി, പുതിയൊരു ലയബിലിറ്റി വരുവാണ് ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റി. സോ ക്രെഡിറ്റ് ലോൺ അക്കൗണ്ട്, ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട്, ക്രെഡിറ്റ് ലോൺ അക്കൗണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് പോസ് ദിസ്. ക്യാഷ് ബാലൻസ് 9,850 ആയിരുന്നു. 1,500 കൂടി ലോൺ എടുത്തപ്പോൾ കിട്ടി. ദാറ്റ് മീൻസ് 11,350 ആയി. 9,850 ആയിരുന്നു. ലോണും കൂടി എടുത്തപ്പോൾ 1,500ൻ്റെ ലോണും കൂടി എടുത്തപ്പോൾ ക്യാഷ് ബാലൻസ് 11,350 ആവും. ബാക്കി അസറ്റ്സിൽ വ്യത്യാസം വന്നിട്ടില്ല. ദർ ഇസ് മെഷീൻ വർത്ത് 4,000. റിസീവബിൾസ് ഉണ്ട്. വർത്ത് 1,000. ആൻഡ് ലയബിലിറ്റീസിൽ പുതിയൊരു ലയബിലിറ്റി വരും. ഓൾറെഡി നമുക്കൊരു കറണ്ട് ലയബിലിറ്റി ഉണ്ട്, സപ്ലൈസിന് പേ ചെയ്യുന്ന എമൗണ്ട്, ആ ഒരു കറണ്ട് ലയബിലിറ്റി ഉണ്ട് 800ൻ്റെ. പ്ലസ് ഈ ഒരു ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിയും കൂടി വരും 1,500. ദെൻ ക്യാപിറ്റൽ ഇറ്റ്സ് 10,000. പ്രോഫിറ്റ്, ഓക്കെ, പ്രോഫിറ്റ് 4,300. പിന്നെ ഒരു ഡ്രോയിങ്സ് നമ്മൾ എഴുതിയിരുന്നു 250. ഡ്രോയിങ്സ് മൈനസ് ആ ചെയ്യുന്നത് ക്യാപിറ്റലിൽ നിന്ന്. പ്രോഫിറ്റ് ആഡ് ചെയ്യും, ഡ്രോയിങ്സ് മൈനസ് ചെയ്യും. ലെറ്റ്സ് ചെക്ക് ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കാം. സോ ടോട്ടൽ അസറ്റ്സ് 11,350 പ്ലസ് 4,000 പ്ലസ് 1,000. ദാറ്റ് മീൻസ് നൗ ദ ടോട്ടൽ അസറ്റ്സ് ആർ 16,350. ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി കൂടിയിട്ടുണ്ട് ഈ ലോൺ എടുത്തതിന് ശേഷം. 800 plus 1,500, it is now 2,300. ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി കൂടി. ക്യാപിറ്റൽ കഴിഞ്ഞ ട്രാൻസാക്ഷനിലെ അതേ ഇഫക്റ്റ് ആണ് ഇവിടെയും വരുന്നത് 14,050. സോ again total assets is 16,350. It is equal to liability plus capital, that is 2,300 plus 14,050. 2,300 plus 14,050. Yes, that was the effect after taking a bank loan. So total liabilities are 16,350 varum. That is equal to total assets. Okay,
Now the last transaction, repaid bank loan. Bank loan repay ചെയ്തു. Bank loan pay ചെയ്യുമ്പോൾ ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ കുറയും. ഇവിടെ ശ്രദ്ധിക്കണം, ലോൺ എടുത്തത് 1500 ആയിരുന്നു. ടോട്ടൽ ലോൺ എടുത്തത് 1500 ആണ്. ബട്ട് ഫുൾ ലോൺ റീപേ ചെയ്യുന്നില്ല, പാർഷ്യൽ റീപേയ്മെൻ്റ് ആണ്, 1000 ആണ് പേ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ലയബിലിറ്റി നമ്മുടെ ബുക്സിൽ നിന്ന് പോവില്ല, ലയബിലിറ്റി കുറയാനാണ് പോകുന്നത്. 1500 ഉള്ള ലയബിലിറ്റി 1000 കുറയാൻ പോവുകയാണ്. ആൻഡ് ക്യാഷ് നമ്മൾ ലോൺ റീപേ ചെയ്യുമ്പോൾ ക്യാഷ് ആണ് കൊടുക്കുന്നത്, അപ്പോൾ ക്യാഷും കുറയും. ദാറ്റ് മീൻസ് ബാങ്ക് ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റിയും കുറയും, അറ്റ് ദ സെയിം ടൈം ക്യാഷ് ബാലൻസും കുറയും. ഓക്കെ, ലയബിലിറ്റി കുറയുമ്പോൾ, ലയബിലിറ്റി അക്കൗണ്ടിന് സാധാരണ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുക ലയബിലിറ്റിനെ. സോ ഡെബിറ്റ് ബാങ്ക് ലോൺ ആൻഡ് ക്യാഷ് കുറയുന്നു, അസറ്റ് കുറയുന്നു, ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട്. ലെറ്റ്സ് പോസ്റ്റ് ക്യാഷ് ബാലൻസ് 11,350 ആയിരുന്നു ബിഫോർ റീപേയിങ് ദ ബാങ്ക് ലോൺ. ആ 1000 പേ ചെയ്ത് കഴിയുമ്പോൾ ദ ക്യാഷ് ബാലൻസ് വിൽ ബി 10,350. 10,350. ഇനി ബാക്കി അസറ്റ്സിൽ വ്യത്യാസമില്ല. ദർ ഇസ് മിഷൻ വർത്ത് 4,000. മിഷൻ ഉണ്ട്. പിന്നെ റിസീവബിൾസ് ഉണ്ടായിരുന്നു. റിസീവബിൾസ് ദാറ്റ് ഈസ് 1000. ആൻഡ് ലയബിലിറ്റീസിൽ പേയബിൾസ് മാറിയിട്ടില്ല. സപ്ലയേഴ്സിന് പേ ചെയ്യാനുള്ള എമൗണ്ട് സ്റ്റിൽ 800 ആണ്. പക്ഷേ ബാങ്കിന് പേ ചെയ്യാനുള്ള എമൗണ്ട് നേരത്തെ ആ ലോൺ എടുത്തപ്പോൾ നമ്മൾ പുതിയൊരു ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്തിരുന്നു 1500. ആ ലയബിലിറ്റി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, 1000 റീപേ ചെയ്തു. സോ നൗ ദ ബാങ്ക് ലോൺ ലയബിലിറ്റി ഈസ് റെഡ്യൂസ് ടു 500. ഇനി 500 കൂടിയേ പേ ചെയ്യാനുള്ളൂ. 1500 നിന്ന് 1000 പേ ചെയ്തു. സോ 500 കൂടിയേ ബാക്കി ഇനി പേ ചെയ്യാനുള്ളൂ. ദെൻ ക്യാപിറ്റലിൽ നോ ചേഞ്ച്. ഈ ട്രാൻസാക്ഷൻ ക്യാപിറ്റലിന് എഫക്റ്റ് ചെയ്തിട്ടില്ല. ദർ വാസ് ക്യാപിറ്റൽ വർത്ത് 10,000. പ്രോഫിറ്റ് ഉണ്ടായിരുന്നു 4,300. ദെൻ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു 250. Drawings 250. Okay, so let's check the total. So total assets 10,350 plus 4,000 plus 1,000. Total assets ഇപ്പോൾ 15,350 ആയി. ഈ ബാങ്ക് ലോൺ റീപേ ചെയ്തതിന് ശേഷം ലയബിലിറ്റീസും കുറഞ്ഞിട്ടുണ്ട്. ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ഇപ്പോൾ ടോട്ടൽ ആകെ 1,300 ഉള്ളൂ. ആൻഡ് ദ ക്യാപിറ്റൽ, ടോട്ടൽ ക്യാപിറ്റൽ ഇസ് ക്ലോസിംഗ് ക്യാപിറ്റൽ 10,000 plus 4,300 minus 250. The capital is 14,050. Sorry, 14,050. ചെക്ക് ചെയ്യാം നമുക്ക്. അതായത് ടോട്ടൽ ഓഫ് ലയബിലിറ്റീസ് 1,300 plus 14,050. It will give you 15,350. Okay, so total assets is equal to total liabilities plus capital. Again, total of debit is equal to total of credit. ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ 15,350 ആയിരിക്കും ടോട്ടൽ. ലയബിലിറ്റി സൈഡിൽ എഗെയിൻ 15,350 ആയിരിക്കും ടോട്ടൽ. ഇപ്പോൾ നിങ്ങളും ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. ജസ്റ്റ് ലൈക്ക് അതർ പ്രിൻസിപ്പിൾസ് ഒരുപാട് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ബട്ട് ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ് ബേസ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, so please work out this question and thank you. We'll resume the class tomorrow. അപ്പോൾ നാളെ പാത്വേ സീരീസ് കണ്ടിന്യൂ ചെയ്യും. ഇന്നത്തെ സെഷൻ തീരുവാണ്. താങ്ക് യു സോ മച്ച്.